ഇതാണ് വിക്സ് തുളസി. വിക്സിൻ്റെ മണമുള്ള തുളസി കണ്ട ഇതേപോലെയാണ് ഇലകളൊക്കെ. ഇത് നല്ല വിക്സിൻ്റെ മണമാണ്. നമ്മൾ മണത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വിക്സിൻ്റെ മണമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് വിക്സ് തുളസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിക്സ് തുളസിയുടെ പൂ കാണാത്തവർക്കണ്ട, ഇതാണ് വിക്സ് തുളസിയുടെ പൂ കണ്ട. അപ്പോൾ ഇതിൻ്റെ വിത്ത് ഉണ്ടാവും. ആ വിത്ത് പാകി മുളപ്പിച്ച് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടിട്ട് തൈ ഉണ്ടാക്കാം. നമുക്ക് ഗ്രോ ബാഗിൽ നടാം, ചെടിച്ചട്ടിയിൽ നടാം, താഴെ നടാം. നമുക്ക് ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് കുടിക്കാനൊക്കെ വെള്ളം തിളപ്പിക്കൂലേ, അപ്പോൾ അതിൽ നമുക്ക് ഈ വിക്സിൻ്റെ ഈ തുളസിയുടെ ഇല ഇട്ടിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ചായയൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ പറയില്ല വെള്ളം തിളപ്പിക്കാം. പിന്നെ നമുക്ക് പനി ജലദോഷം കഫക്കെട്ടൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇലയിട്ടിട്ട് ആവി പിടിക്കാം. അതുകൂടാണ്ട് നമുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ അതിനൊക്കെ ഉപകാരപ്പെട്ട ചെടിയാണ് വിക്സ് തുളസി എന്ന് പറഞ്ഞാൽ. കൊറോണ ടൈമിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഉപകാരപ്രദമായ ചെടിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ചെടിയാണ്. കാരണം കുട്ടികൾക്കൊക്കെ എപ്പോഴും ജലദോഷവും ഒക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമുക്കിത് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കി പൊടിച്ചിട്ട് ടിന്നിലിട്ട് വെച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാനൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പച്ച തന്നെ വേണമെന്നില്ല. നമുക്ക് അധികം ആക്കി കഴിഞ്ഞിട്ട് പൊടിച്ച് ടിന്നിലിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ തൈകൾ പാകി തൈകൾ നമുക്ക് നട്ട് വളർത്തിയാൽ മതി. കമ്പ് മുറിച്ച് നട്ടിട്ട് പിന്നെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ചെറിയ ചെറിയ കമ്പ് മുറിച്ച് തൈകൾ ഉണ്ടാക്കാം. പിന്നെ ഈ പൂക്കളിലൊക്കെ രാവിലെ തന്നെ നോക്കുമ്പോൾ നിറച്ച് ചെറുതേനീച്ചകളാണ്. ഇപ്പോഴും കണ്ട നിങ്ങൾക്ക് കാണാൻ ചെറുതേനീച്ചകൾ തന്നെ ഉണ്ട. അപ്പം ചെറുതേനീച്ചകൾക്ക് ആകർഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചെടിയാണ് ഈ വിക്സ് തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഇത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ വയ്ക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് ചെറുതേനീച്ചകൾ വരും. അപ്പോൾ പരാഗണം നടന്നിട്ട് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റും പച്ചക്കറിയൊക്കെ നന്നായിട്ട് കായ്ച്ചു കിട്ടും. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഒരു വിക്സ് തുളസിയും കൂടെ വെച്ച് പിടിപ്പിക്കുക. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ചെടിയാണ്. പിന്നെ നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വെക്കാം. കാരണം നല്ല സ്മെല്ലാണല്ലോ ഇത്. അപ്പം നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് സിറ്റ് ഔട്ടിലും നമുക്ക് അകത്തൊക്കെ വെക്കാൻ പറ്റിയ ചെടിയാണ്. അപ്പോൾ എല്ലാവരും വിക്സ് തുളസിയൊക്കെ വീട്ടിൽ വാങ്ങിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.